താരപരിവേഷത്തിന് ഒത്തനടവിൽ നിൽക്കുമ്പോഴും വെല്ലുവിളികൾ ഏറ്റെടുക്കാൻ തയ്യാറായ നടനാണ് മോഹൻലാൽ. 1992 റിലീസ് ചെയ്ത മലയാള ചിത്രം സതയം അദ്ദേഹത്തിന് അത്തരമൊരു വെല്ലുവിളി സമ്മാനിച്ച ചിത്രമായിരുന്നു. ദുർഘടമായ വേഷങ്ങൾ ഏറ്റെടുക്കുന്ന നടൻ എന്ന നിലയിൽ മോഹൻലാലിന് ഒരു പേര് നൽകിയ ചിത്രമായിരുന്നു ഇത്. സിബി മലയിൽ സംവിധാനം ചെയ്ത ചിത്രത്തിന്റെ തിരക്കഥ എം. ഡി. വാസുദേവൻ നായരുടെയും സൈക്കോളജിക് ഡ്രാമ ഗണത്തിൽപ്പെടുന്ന ചിത്രമായിരുന്നു. തൂക്കുകയർ അഥവാ മരണശിക്ഷ കാത്തു കഴിയുന്ന തടവുകാരന്റെ വേഷത്തിലായിരുന്നു ഈ ചിത്രത്തിൽ മോഹൻലാൽ അവതരിപ്പിച്ചത്. സ്വഭാവത അല്പം പോലും നഷ്ടപ്പെടാതിരിക്കാൻ യഥാർത്ഥ ജീവിതമായി കോർത്തെടുക്കുന്ന ചില നിർമ്മിതികളുടെ ഇടം കൂടിയായിരുന്നു സിനിമ. ചരിത്രപ്രധാനമായ കണ്ണൂർ സെൻട്രൽ ജയിലിന്റെ ഉള്ളിൽ വെച്ച് ഈ സിനിമയുടെ ചില ഭാഗങ്ങൾ ഷൂട്ട് ചെയ്യേണ്ടി വന്നു സംവിധായകനും കൂട്ടുകാർക്കും. രണ്ട് പെൺകുട്ടികളുടെയും രണ്ട് പുരുഷന്മാരുടെയും മരണത്തിൽ കാരണക്കാരനായ സത്യനാഥൻ എന്ന കൊലപാതകയുടെ വേഷമായിരുന്നു മോഹൻലാൽ ചെയ്യേണ്ടി വന്നത്. സത്യനാഥന് വേണ്ടി തിരഞ്ഞെടുത്ത ജയിലിൽ ഒരിക്കൽ റിപ്പർ ചന്ദ്രൻ ആയിരുന്നു അന്തേവാസി. തൂക്കിക്കൊല്ലുന്ന രംഗങ്ങൾ ഉപയോഗിക്കുന്ന തൂക്കുകയർ പോലും സിനിമയ്ക്ക് വേണ്ടിയുള്ള പ്രോപ്പ് ആയിരുന്നില്ല. പകരം ഷൂട്ടിംഗ് നടക്കുന്നതും 13 വർഷം മുമ്പായി ഒരു കുറ്റവാളിയെ കഴിവേറ്റാൻ ഉപയോഗിക്കുന്ന യഥാർത്ഥ കയറായിരുന്നു. ഈ സിനിമ ഷൂട്ട് ചെയ്തത് കണ്ണൂർ സെൻട്രൽ ജയിലിൽ ആയിരുന്നു. ഞാൻ കിടന്നിരുന്ന ജയിലറയിൽ ഒരിക്കൽ തൂക്കുകയർ വിധിക്കപ്പെട്ട റിപ്പർ ചന്ദ്രനായിരുന്നു ഉണ്ടായിരുന്നത്. അയാൾക്ക് മുമ്പേ ബാലകൃഷ്ണൻ എന്ന പേരിൽ ഒരാളുണ്ടായിരുന്നു അവിടെ. ഒരേ സമയം രണ്ടുപേരെ തൂക്കിലേറ്റാൻ കഴിയും എന്നതാണ് കണ്ണൂർ സെൻട്രൽ ജയിലിന്റെ സവിശേഷത. എന്റെ കഴുത്തിനും ചുറ്റും വെച്ച തൂക്കുകയർ ശരിക്കും 13 വർഷങ്ങൾക്ക് മുമ്പ് ഒരാളെ തൂക്കിലേറ്റാൻ ഉപയോഗിച്ചതായിരുന്നു. എത്ര അഭിനേതാക്കൾക്ക് അത്തരമൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. 2020 നടന്ന മാതൃഭൂമി ഇന്റർനാഷണൽ ഫെസ്റ്റിവൽ ഓഫ് ലെറ്റേഴ്സ് വെച്ചാണ് മോഹൻലാൽ സതയം കാലത്തെ ഓർമ്മ പുതുക്കിയത്. എന്നിരുന്നാലും ഈ സിനിമ കാഴ്ചക്കാരെ ആഴത്തിൽ സ്പർശിച്ചുവെന്ന് മോഹൻലാൽ പറഞ്ഞു. പലരും ഈ സിനിമ കണ്ടു തീർക്കാൻ പ്രയാസം നേരിട്ടതായി അദ്ദേഹം ഓർത്തു. സിനിമ റിലീസ് ചെയ്ത് പലരും എന്നെ വിളിച്ച് ഇനി ഇത്തരം ചിത്രങ്ങൾ അഭിനയിക്കരുത് എന്ന് ആവശ്യപ്പെട്ടു. അവർക്ക് ആ സിനിമ കണ്ടിരിക്കാൻ സാധിച്ചില്ല എന്നായിരുന്നു പരാതി. അത്തരമൊരു ഫീലാണ് ആ സിനിമയ്ക്ക് അവർ നൽകിയത്. സിനിമയിലെ ശക്തമായ പല രംഗങ്ങളും പിന്നീട് ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു. ഇത് യഥാർത്ഥ രൂപത്തെ സിനിമയെ കൂടുതൽ തീവ്രമാക്കി മാറ്റി എന്ന് മോഹൻലാൽ പറഞ്ഞു. സിനിമയുടെ പ്രമേയം പോലെ തന്നെയാണ് അത് കരസ്ഥമാക്കിയ നേട്ടങ്ങളും. മാത്യു, തിലകൻ, നെടുമുടി വേണു, കെ.പി.സി. ലളിത, ജനാർദ്ദനൻ, ശ്രീനിവാസൻ, മുരളി എന്നിവരായിരുന്നു ഈ സിനിമയിലെ മറ്റു പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തത്. എം. ഡി. വാസുദേവൻ നായർക്ക് മികച്ച തിരക്കഥയ്ക്കുള്ള ദേശീയ പുരസ്കാരം നേടിക്കൊടുത്ത സിനിമ കൂടിയാണിത്. ബോക്സ് ഓഫീസിൽ വമ്പൻ വിജയം അവകാശപ്പെടാത്ത ചിത്രം ഇന്ന് കൾട്ട് സ്റ്റാറ്റസ് നേടിക്കഴിഞ്ഞു. ഫ്ലാഷ് ബാക്കിലൂടെ കഥ പറയുന്ന ആഖ്യാന ശൈലിയാണ് ചിത്രത്തിനുള്ളതും.